ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം A. പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. ആറന്മുളയിലെ വീട്ടിലാണ് SIT സംഘം എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 45 മിനിറ്റായി ആ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, അറസ്റ്റിന് തൊട്ട് പിന്നാലെ വീട്ടിൽ SIT സംഘത്തിന്റെ പരിശോധന, ചില രേഖകൾ ഒരുപക്ഷെ കണ്ടെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളായിരിക്കാം അല്ലേ? അതെ വിജയകുമാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് SIT സംഘം ഈ ആറന്മുളയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഏകദേശം 12:00 ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 7-അംഗ സംഘം ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം വീടിന്റെ വാതിൽ ഉൾപ്പെടെ അടച്ചാണ് നിലവിൽ ആ പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ടോ എന്ന സൂചന പോലും നൽകാതെ അതീവ രഹസ്യമായിരുന്നു SITയുടെ ഒരു പരിശോധന ആരംഭിച്ചത്. ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ SITയുടെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്തു. അതിനുശേഷം സംഘം നടന്ന് വീട്ടിലേക്ക് കയറുകയായിരുന്നു. ഇപ്പോഴും SITയുടെ പരിശോധന ഈ വീടിനുള്ളിൽ പുരോഗമിക്കുകയാണ്. നമുക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഈ വീടിന്റെ വാതിലൊക്കെ തുറന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. നമ്മൾ എത്തിയോടുകൂടി ക്യാമറ ദൃശ്യങ്ങൾ പകർത്തിയോടുകൂടി വാതിലൊക്കെ അടച്ച് ഇപ്പോൾ SITയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 7-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ വീട്ടിലുണ്ടോ, പത്മകുമാറിന്റെ വീട്ടിലുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ 2019 കാലഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പത്മകുമാർ. അദ്ദേഹം തന്നെ ഈ രേഖകൾ ഉൾപ്പെടെ കൈപ്പടയിൽ എഴുതി തിരിമറി നടത്തി ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ ദിവസം SIT ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ നൽകിയത്. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഈ കേസിന്റെ ഏറ്റവും നിർണായക കണ്ണിയെന്നും SIT കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ പോയി, പത്മകുമാർ റിമാൻഡിലേക്ക് പോയി. ആ ഒരു ഘട്ടത്തിലാണ് SIT സംഘം വീട്ടിലെത്തി ഇത്തരത്തിലുള്ള നിർണായക പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റിലധികം, 1 മണിക്കൂറോളം ആകുന്ന ഈ ഒരു പരിശോധന ഇപ്പോഴും ഇത് പൂർത്തിയായിട്ടില്ല. 7-അംഗ സംഘമാണ് ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.